അച്ഛൻ ഇപ്പൊ എവിടെയാ? അച്ഛപ്പ അച്ഛന്റെ വീട്ടിലാ. അച്ഛന്റെ വീട് എവിടെയാ? അച്ഛന്റെ വീട് അടക്കൽത്തൂര്. അച്ഛനും അമ്മയും കല്യാണം കഴിച്ച് അറേഞ്ച്ഡ് മാരേജ് ഒക്കെ ആയിരുന്നു? അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. അച്ഛൻ എന്തായിരുന്നു ജോലി? അച്ഛൻ ഗൾഫില് സൂപ്പർവൈസർ ആയിട്ട് വർക്ക് ചെയ്തു. കുറെ കാലം ജോലി ചെയ്തു? അതെ, കുറെ കാലം ചെയ്തു. അന്ന് അമ്മയ്ക്ക് ജോലി ഉണ്ടായിരുന്നോ? ഇല്ല, അമ്മയ്ക്ക് ജോലി ഉണ്ടായിരുന്നില്ല. അമ്മ ഹൗസ് വൈഫ് ആയിരുന്നു. അച്ഛനോട് അമ്മ ഗൾഫിൽ പോയോ? ഇല്ല, പോയിട്ടൊന്നുമില്ല. അമ്മ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ അച്ഛൻ ഏകദേശം ഒരു മോൾക്കതൊക്കെ ഓർമ്മയുണ്ടോ? എത്ര കാലം ഗൾഫിലുണ്ടായിരുന്നു? ഞാൻ ജനിക്കുമ്പോഴേ അച്ഛൻ ഗൾഫിലാണ്. ഓക്കെ. അപ്പൊ അച്ഛൻ നേരത്തെ തന്നെ ഗൾഫിൽ പോയിരുന്നു. ദുബായിലാണ്? എവിടെയായിരുന്നു? ദുബായിൽ. അതെനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. അപ്പൊ അച്ഛൻ സാധാരണ വരുമ്പോഴേക്ക് അച്ഛൻ അന്നൊക്കെ വരുമ്പോ അടിപൊളിയായിരുന്നു. എല്ലാം സാധനങ്ങളൊക്കെ കൊണ്ടുവരും, വസ്ത്രങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടുവരും അല്ലേ? ഒരുപാട് മിഠായി ഒക്കെ കൊണ്ടുവരും. അങ്ങനെയൊക്കെ ആയിരുന്നു, അടിപൊളിയായിരുന്നു. മോടെ ഏത് ക്ലാസ്സിലാണ് അച്ഛൻ തിരിച്ചു വന്നത്? ഞാൻ 5th പഠിക്കുമ്പോ. അച്ഛൻ യഥാർത്ഥത്തിലേ അവിടുന്ന് കുറെ കാലം ജോലി ചെയ്തതിനു ശേഷം ഇങ്ങനെ മടങ്ങി പോരാൻ കാര്യം എന്താ? അച്ഛൻ അവിടെ എന്തോ ബിസിനസ്സിൽ ഇങ്ങനെ എന്തോ പറ്റി, ആളെന്തോ ക്യാഷിന്റെ എന്തോ പ്രോബ്ലം വന്നപ്പോ അച്ഛനത് ബിസിനസ് തകർച്ചയായോ? അതെ, ടെൻഷനായി. അച്ഛൻ ഇങ്ങനെ പെട്ടെന്ന് ടെൻഷൻ അടിക്കുന്ന കൂട്ടത്തിലായിരുന്നു. അപ്പൊ അങ്ങനെ ടെൻഷനായി ആൾക്കെന്തോ ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ആയപ്പോഴത്തേനും എന്നിട്ട് പറഞ്ഞതാണ്. അച്ഛൻ ഇങ്ങനെ കയറി പോരുവാണ് എന്ന് നിങ്ങളെ അറിയിച്ചിരുന്നോ? അതെ, ഇല്ല, അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. അമ്മയ്ക്കറിയാമായിരുന്നോ? അതെന്തോ രാത്രി ഇങ്ങനെ കോള് വരികയായിരുന്നു. അപ്പോഴാണ് അറിഞ്ഞത് ഞങ്ങളെല്ലാരും. ആരാ കോള് വിളിച്ചത്? അച്ഛൻ തന്നെ വിളിച്ചോ മറ്റാരെങ്കിലും വിളിച്ചോ? അല്ല, അത് പോലീസ് സ്റ്റേഷനിൽ കോള്. പോലീസ് സ്റ്റേഷൻ? നമ്മുടെ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനോ അവിടുത്തെ പോലീസ് സ്റ്റേഷൻ? അവിടുത്തെ പോലീസ് സ്റ്റേഷൻ. അവിടുത്തെ എന്ന് പറഞ്ഞാൽ ഗൾഫ്, അവിടുത്തെ അല്ല, ഇവിടെ നാട്ടിൽ തന്നെ. നാട്ടിലെ പോലീസ് സ്റ്റേഷനില് എയർപോർട്ടിൽ വന്ന്. അച്ഛൻ എന്താ ഓർമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. ഓർമ്മ പോയി? ഓർമ്മ പോയി എന്ന് പറഞ്ഞാൽ അച്ഛന്റെ പഴയ ഓർമ്മയിലാണ്. പഴയ ഓർമ്മ എന്ന് വെച്ചാൽ കുറെ കാലത്തിന് മുമ്പുള്ള സമീപ ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന ഈ കാലത്തുള്ള കാര്യങ്ങളൊന്നും അച്ഛന് ഓർമ്മയില്ല? ഓർമ്മയുണ്ട്, പക്ഷെ എന്താ ചില സമയങ്ങളില് മൈൻഡ് ഇങ്ങനെ പഴയതിലേക്ക് പോകുന്ന പോലെ. അച്ഛൻ തനിച്ചാണോ അപ്പൊ ഗൾഫിൽ നിന്ന് കയറി വന്നത്? അതെ. അപ്പൊ ആരാ സഹായിച്ചു? അവിടെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു അച്ഛൻ? ഉണ്ടായിരുന്നിരിക്കണം. അതൊന്നും ബാക്ക്ഗ്രൗണ്ട് എന്താന്ന് ഒന്നും അറിയില്ല. അപ്പൊ മോക്ക എനിക്കൊന്ന് അച്ഛൻ തിരിച്ചു വരുമ്പോ അച്ഛൻ മോളുടെ പ്രായം ഒരു 10-11 വയസ്സേ ഉണ്ടാവും അല്ലേ? ഓർമ്മിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ? അപ്പൊ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളി വന്നു. കൊച്ചിൻ എനിക്കൊന്ന് കൊച്ചിൻ എയർപോർട്ടിൽ നിന്നായിരിക്കും വിളിച്ചത് അല്ലേ? പോലീസ് സ്റ്റേഷനിൽ വിളിച്ചപ്പോ എയർപോർട്ട് പോലീസ് വിളിച്ചപ്പോ ആരാ കൂട്ടിക്കൊണ്ടാ പോയത്? അതോ അമ്മയൊക്കെ പോയോ? ഇല്ല, അച്ഛനാ പോയത്. അമ്മയുടെ അച്ഛൻ? അമ്മയുടെ അച്ഛൻ പോയി കൂട്ടിക്കൊണ്ടുവന്നു. അച്ഛൻ എത്ര കാലത്തിന് ശേഷം അപ്പൊ വീട്ടിൽ വരുന്നത്? ഓർമ്മയുണ്ടോ? ഇല്ല, ഓർമ്മയില്ല. അച്ഛൻ എങ്ങനെയായിരുന്നു അച്ഛൻ തിരിച്ചു വരുമ്പോ? മുന്നേ വന്ന് പോയതിനേക്കാളും ഡിഫറെന്റ് ആയിട്ടായിരുന്നു വന്നിരുന്നത്. പഴയ പോലെ ഒന്നും ആയിരുന്നില്ല. പഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാരും പോയി ഒരുമിച്ച് കൊണ്ടുവരിക ചെയ്യാ. അച്ഛൻ അതൊന്നല്ലായിരുന്നു. അച്ഛനും മാത്രം ഒറ്റയ്ക്ക് ഓട്ടോറിക്ഷയിൽ വരെയായിരുന്നു ചെയ്തത്. ഓട്ടോറിക്ഷയില്. മറ്റേത് കാറിലൊക്കെ അല്ലേ വരിക. ഞങ്ങളെല്ലാരും ഒരുമിച്ച് കൂടെ കൊണ്ടുപോയി. അത് വേറൊരു ഹാപ്പിനെസ് അല്ലേ? അതുപോലെ ഒന്നും ആയിരുന്നില്ലല്ലോ അന്ന്. ചെറിയൊരു ഇതില് ഓർമ്മയുള്ള ഒരു അപ്പൊ എന്തെങ്കിലും സാധനങ്ങളോ സാമഗ്രികളൊക്കെ ഉണ്ടായിരുന്നോ കയ്യില്? 2 ബാഗ് ഉണ്ടായിരുന്നു. ആ ബാഗിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ഓർമ്മിക്കുന്നുണ്ടോ? അച്ഛന്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെന്തെങ്കിലും നിങ്ങൾക്ക് സാധാരണ പാക്കറ്റ് മിഠായി ഉണ്ടായിരുന്നു. 2 പേർ കൂടെ ഒരു പാക്കറ്റ് മിഠായി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? വന്നപ്പോ തന്നെ ഞങ്ങൾക്ക് അത് തന്നു. അച്ഛൻ ഓർമ്മയുണ്ടായിരുന്നോ? മോളെ കണ്ടപ്പോ ഓർമ്മ അങ്ങനൊന്നും ഇല്ലല്ലോ? ഓർമ്മയില്ല. അമ്മയെ കണ്ടപ്പോ എങ്ങനെയായിരുന്നു അച്ഛന്റെ പ്രകൃതം? ഓർമ്മയില്ല അല്ലേ? അച്ഛൻ വന്നപ്പോ മോള് സംസാരിച്ചോ ഒത്തിരി അച്ഛനോട്? വന്നപ്പോ സംസാരിച്ചിട്ടില്ല, കുറച്ച് കഴിഞ്ഞിട്ടായിരുന്നു തോന്നുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛന്റെ സംസാര രീതി ഇപ്പൊ മോള് ഇന്ന് ഓർമ്മിക്കുമ്പോ എങ്ങനെയായിരുന്നു? പഴയ പോലെ ഒന്നും ആയിരുന്നില്ല. അച്ഛന് വിഷമം ഉണ്ടായിരുന്നോ? അച്ഛൻ പെട്ടെന്ന് കരയും. എന്തെങ്കിലും ചോദിക്കാൻ വരുമ്പോ കരയും. നേരത്തെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇല്ല, അച്ഛൻ എങ്ങനെയാ വർത്താനം പറഞ്ഞ അതുപോലെ ഒന്നും ആയിരുന്നില്ല. ചോദിക്കുമ്പോ വിഷമായിരുന്നു. എനിക്കൊന്ന് ഈ ബിസിനസ് ഒക്കെ പൊളിഞ്ഞു പോയതുകൊണ്ടൊക്കെയുള്ള പ്രശ്നവും പിന്നെ ഈ ഓർമ്മ പോയതിന്റെ ഒരു ഇഷ്യൂ ഒക്കെ ആയിരിക്കും. അച്ഛൻ വന്നതിന് ശേഷം ഡോക്ടറെ കണ്ടോ? കൊറേ ഡോക്ടർമാരെ കണ്ടു. അപ്പൊ ഡോക്ടർമാർ എന്താ പറഞ്ഞത് ഓർമ്മയുണ്ടോ മോൾക്ക്? ഞാനല്ല, അമ്മയാണ് കൊണ്ടുപോയത്. അമ്മ ഹോസ്പിറ്റലിലെ കൊണ്ടുപോയോ? കൊണ്ടുപോയിരുന്നു, കൊറേ പോയി. അമ്മയും അച്ഛനും നല്ല ഇഷ്ടമായിരുന്നു? അതെ. ആ സമയത്തൊന്നും ഒരു കുഴപ്പമില്ല, പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ. പിന്നീട് അമ്മ ജോലിക്ക് പോയത് എന്തിനായിരുന്നു? അച്ഛന് ജോലി ഇല്ലാത്തത് കൊണ്ടാണോ? ജീവിക്കാനുള്ള ബുദ്ധിമുട്ടായിരുന്നു? നിങ്ങൾ രണ്ടുപേരെയും പഠിപ്പിക്കാൻ സാമ്പത്തിക പ്രശ്നം ഉണ്ടായിരുന്നു? അങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു വീട്ടിലിപ്പോ അച്ഛൻ ജോലിക്ക് പോണില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻ അമ്മ ജോലിക്ക് ഇറങ്ങാന്നുള്ള ഒരു ഇതായിരുന്നോണ്ട് അപ്പൊ അങ്ങനെ ജോലിക്ക് ഇറങ്ങി. എന്ത് ജോലിക്ക് ഇറങ്ങി അമ്മ? അപ്പൊ ഇങ്ങനെ ടെലികോള് അങ്ങനെയൊക്കെ ആയിരുന്നു. അമ്മ പഠിച്ചിട്ടൊക്കെ ഉണ്ടോ? അമ്മ വിദ്യാഭ്യാസം ഉണ്ട് അല്ലേ? അമ്മ ആ സമയത്തെ ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോഴേ അമ്മയ്ക്ക് എന്താ ഒരു വ്യത്യാസം തോന്നി ഇദ്ദേഹത്തില്? ആൾക്ക് എന്താ വെച്ചാ എന്താ ഉണ്ടായേ ഏതാ ഉണ്ടായേ ചോദിക്കുമ്പോ ആള് പറയും ഒന്നും ഉണ്ടായില്ല, ഒരു കുഴപ്പമില്ല,
എന്റെ പൈസ തരൂ സാറ്, എന്റെ പൈസ തരൂ സാറെന്ന് മാത്രമേ പറയുള്ളൂ. അപ്പൊ ആരോ പൈസ കൊണ്ടുപോയി എന്നാണോ ജോലി സ്ഥലത്ത് ചെക്ക എന്താ പൈസ ഇരുന്നായിരുന്നത്, അത് ഏതോ ഒരു ബംഗാളി കൊണ്ടുപോയിന്നാ പറയണത്. ആള് അത് മാത്രമേ പറയുള്ളൂ, വേറെ ഒന്നും പറയില്ല. ആ പൈസ കിട്ടും, നല്ല സ്വഭാവ, പൈസ കിട്ടും പൈസ കിട്ടുന്നു. ആൾക്ക് പിന്നെ അധികം ടെൻഷനും പാടില്ല. ടെൻഷൻ വന്ന ഭയങ്കര സങ്കടവും കരച്ചിലൊക്കെയാ. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറെ ഡോക്ടർമാരെ കാണിച്ചപ്പോ ആൾക്കാർക്ക് ഒന്നും ഇവിടത്തോളം വരെ സ്കാനിങ് ഒക്കെ നടത്തി, ഒരു കുഴപ്പം കാണാനില്ലെന്നാ പറയണത്. പണ്ടല്ലേ കുറച്ച് ബ്ലഡ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു, അതിന് ചികിത്സയൊക്കെ കൊടുത്തു. എന്നാലും ആൾക്ക് പണ്ടത്തെ ഓർമ്മ വരണത്. അമ്മ ഇദ്ദേഹത്തെ കയറ്റി വിടാൻ പോവാന്ന് പറഞ്ഞൊരു ഫോൺ കോൾ വന്നല്ലോ, അതായത് ഗൾഫിലെ സുഹൃത്തുക്കൾ വിളിച്ചിരുന്നില്ലേ? സുഹൃത്തുക്കൾ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സുഹൃത്തുക്കളോട് നമ്മൾ ചോദിച്ചില്ലേ എന്താ പറ്റിയെന്ന്? അവർക്ക് ഇങ്ങോട്ട് പറയാൻ സമയം കിട്ടിയില്ല. അവര് പറഞ്ഞു റൂമിൽ പെട്ടെന്ന് തന്നെ ബഹളം കേട്ടെന്ന് പറഞ്ഞു. ബഹളം കേട്ടപ്പോ അടുത്തുള്ള റൂമാരൊക്കെ വന്ന് നോക്കിയപ്പോ ആള് ബോധമൊക്കെ പോയി. ആള് എന്താ പറയാ ഒരു ജാതി പ്രാന്തൊക്കെ കാണിച്ചു. അപ്പൊ അവര് അങ്ങനെ അറബി അറിയിച്ച് അവര് അപ്പൊ തന്നെ പ്ലെയിൻ കയറ്റി വിടുകയായിരുന്നു. പിന്നെ ഇദ്ദേഹം ഒറ്റയ്ക്കാണോ പ്ലെയിൻ കയറി വന്നത്? അവര് കയറ്റി വിട്ടു, എയർപോർട്ടിൽ കയറ്റി വിട്ടു. ഇവിടെ കൊച്ചിയിൽ വന്ന് ഇറങ്ങിയപ്പോ ആൾക്ക് എവിടേക്കാ പോണ്ടെന്നൊരു അറിവുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടുത്തെ പോലീസുകാര് കണ്ട് പിടിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളി വന്നതല്ലേ? വിളി വന്നത്. അതൊരു കർക്കിടക 1-ാം തീയതി പുലർച്ചയ്ക്ക് ഇങ്ങനെ സുരേഷ് എന്ന് പറഞ്ഞ ആള് ഞങ്ങളുടെ മര്യാദയാണോ എന്നിട്ട് വിളി വന്നത്. നമ്പർ ഞങ്ങളുടെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഓട്ടോറിക്ഷ വിളിച്ച് പോയി എന്റെ ഭർത്താവ്. അങ്ങനെ കൊണ്ടുവന്ന് കുറെ ചികിത്സിച്ചു. പിന്നെ ആളോട് നാളത്തെ കാര്യം എന്താ ചോദിച്ചാ അങ്ങനെ അന്താളിച്ച് നിക്കുള്ളൂ, ഒന്നും മറുപടി ഇല്ല. പിന്നെ കുട്ടികളോടൊന്നും അങ്ങനെ വലിയ ഇതില്ല, പണ്ടത്തെ ഒരു ഉഷാറൊന്നും ഇല്ല. പിന്നെ അങ്ങനെ മോള് ജോലിക്ക് പോയി തുടങ്ങി. എന്നാ കൂട്ടിയെ കൂടെ ഞാനും സഹായിക്കും. പിന്നെ ഇവര് കൊച്ചുങ്ങളെ തന്നെ എന്റെ പേരൊക്കെ ഓർമ്മയുണ്ടായിരുന്നു? ഇല്ല, അത് അങ്ങവരുടെ പെങ്ങന്മാരെ മക്കളുടെ പേരെ വിളിക്കുക. വേറെ പേരെ വിളിക്കുക. അവരുടെ പെങ്ങന്മാരെ കുട്ടികളെ കാണണമെന്നുള്ള ആഗ്രഹം ഇല്ല ഇപ്പൊ ആൾക്ക്. ഉണ്ടെങ്കിൽ ഇപ്പൊ 3 കൊല്ലായി ആള് 4 കൊല്ലായി കുട്ടികളെ കണ്ടിട്ട്. ഇവരുടെ അമ്മയെ കണ്ടിട്ട് തിരിച്ചറിയുമായിരുന്നോ? അമ്മേനെ അറിയും, തിരിച്ചറിയും. പേരൊക്കെ അറിയും. പക്ഷേ ടോട്ടലി മെമ്മറി പോയിട്ടില്ല, ഓർമ്മ പോയിട്ടില്ല. അപ്പൊ ഞാൻ അനാമികയിലേക്ക് വരാം. മോളെ, എന്നിട്ട് അച്ഛൻ പിന്നെ എത്ര കാലം വീട്ടിലുണ്ടായിരുന്നു? കുറെ കാലം ഉണ്ടായിരുന്നു. അപ്പൊ അമ്മ ഈ ജോലിക്ക് പോയി തുടങ്ങിയത് വളരെ ദൂരെയായിരുന്നു, അടുത്തായിരുന്നു? ആദ്യമൊക്കെ അടുത്ത് തന്നെയായിരുന്നു പോയിണ്ടായിരുന്നു. അധികം ദൂരം ഒന്നും ഉണ്ടാവില്ല, കുറച്ച് ഡിസ്റ്റൻസിൽ തന്നെയായിരുന്നു പോയിട്ടുണ്ട്. കാരണം പാരന്റ്സ് മീറ്റിംഗ് ഒക്കെ വരണല്ലോ, അപ്പൊ അതിന്റെ ഒരു ഇതില് അധികം ദൂരം ഒന്നും ഉണ്ടാവില്ല. ഇല്ല. ഓക്കെ.